ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത്ര വലിയ സ്പെഷ്യൽ ചിക്കൻ കറി എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ കറി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് ആദ്യം നോക്കാം. അതിന് ഞാനിവിടെ ഒരു 4 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നന്നായി സ്ലിമ്മായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഒരു 10-12 വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു 1.5-2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി നന്നായിട്ട് അതും കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ, നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ സബോള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ചേർക്കുന്നത് പോലെ, ബിരിയാണിയുടെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലത്തെ ആ ഒരു ടൈപ്പ് ആക്കി എടുക്കണം നമ്മുടെ സവോള. അതായത് ഒരു ബ്രൗൺ കളറിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് ഒരുപാട് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രമായിട്ട് പെട്ടെന്ന് വേവും, ഫ്രൈ ആയി പോവും. അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് മസാല ചേർക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കുക. എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്, നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല, ഒരു 3/4 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, അതും നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് അധികം കഴിക്കുന്നവർ എരിവ് ചേർക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്, പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോള, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സബോളയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും മാക്സിമം മാറ്റി വെക്കാൻ ശ്രമിക്കുക. എന്നെങ്കിലേ നമ്മുടെ ചിക്കനിലേക്ക് നല്ല ഫ്ലേവർ ഒന്ന് പിടിക്കുകയുള്ളൂ. ഓക്കെ, അത്യാവശ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ സബോള ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ ആ എണ്ണ ഒന്ന് ചൂടാക്കാം. ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുറച്ച് ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊന്നും ഒരുപാട് ചേർക്കരുത്. നമ്മൾ ഈ പാത്രത്തിൽ മസാല ഉണ്ടാവില്ല, ആ മസാല കഴുകി കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മളൊരു ഗ്രേവി ടൈപ്പാണ് ആക്കിയെടുക്കുന്നത്. നല്ല അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി, ഇടിയപ്പം അങ്ങനെയുള്ള ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാറാക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ എണ്ണയൊക്കെ ചിക്കൻ എല്ലായിടത്തേക്കും ഒന്ന് ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാൻ തോന്നുന്നു. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചാറാവാതെ ഗ്രേവി ടൈപ്പ് ആകുന്നതിന് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം.
നന്നായിട്ടൊന്ന് ചിക്കൻ ഒന്ന് വെന്തും വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ചാറ് ഗ്രേവി ആയിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നൊന്ന് ഗ്രേവി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്ന് നോക്കി ഉപ്പൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ലെവലിൽ ഇത്രയ്ക്കും ഗ്രേവി ആവാനേ പാടുള്ളൂ, ഒരുപാട് ഗ്രേവി ആക്കരുത്. നമുക്ക് സവോളയൊക്കെ ഉള്ളത് കൊണ്ട്, സവോളയുടെ ഫ്ലേവറൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ദോശ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.